കാനഡ, UK, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, യൂറോപ്പ് വിമാനം കയറി കുട്ടികൾ പോകുന്നത് പെരുവഴിയിലേക്കാണോ എന്ന ചോദ്യം ഇവിടെ ചോദിക്കുന്നതിൽ 100% പ്രസക്തമായ ചോദ്യം തന്നെയാണ്. തെറ്റ് ആരെയും പറയാൻ പറ്റില്ല. കാനഡ എന്ന രാജ്യത്ത് ചെല്ലുന്ന ആളുകളിൽ 1/5 ഇന്ത്യക്കാരനാണ്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 20% ഇന്ത്യക്കാരാണ്. ചോദ്യം എന്താ? ബാക്കി 80% വേറെ ഉണ്ട്. ഇന്ത്യക്കാർ തന്നെ ഒരുപാടുണ്ട്, ബാക്കിയുള്ളവരും വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന 80%-ന് നമ്മുടെ പൊളിറ്റിക്സ് തീരെ ഇഷ്ടപ്പെടില്ല. അവർക്ക് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ പുച്ഛമാണ്. ഇവിടുന്ന് അവിടെ പോയിട്ട് അലമുണ്ടാക്കുന്ന സീനാണ്, പോലീസുകാർ പിടിക്കുന്ന സീനാണ്. എന്ന് വെച്ചാൽ നന്നാവാനുള്ളവനാണെങ്കിൽ ഇവിടുന്ന് കയറ്റി വിട്ടാൽ അവിടെ പോയി നന്നാവും. ഇവിടുന്നേ അവൻ കട്ടപ്പുകയാണെങ്കിൽ അവരെ കയറ്റിയും കൂടെ വിട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്നുള്ള ഫ്രീഡവും ലൈഫ് സ്റ്റൈലും കൂടെ ആകുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് നമ്മുടെ നാട് വിട്ടുപോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോയിൽ അതിൻ്റെ തുടർച്ചയായി നമ്മൾ വരുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. US പോകുന്ന കുട്ടികളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അവിടെ പോകുന്ന രാജ്യത്തെ ഓരോ സ്റ്റേറ്റിലും എന്ത് അറിഞ്ഞിരിക്കണമെന്ന് നമ്മൾ സംസാരിച്ചു. പക്ഷേ ഈ വീഡിയോയിൽ കാനഡ, UK, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ, അവരുടെ മാതാപിതാക്കൾ 100% അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ശരിയാണ്, വിമാനം കയറി കുട്ടികൾ പോകുന്നത് പെരുവഴിയിലേക്കാണോ എന്ന ചോദ്യം ഇവിടെ ചോദിക്കുന്നതിൽ 100% പ്രസക്തമായ ചോദ്യം തന്നെയാണ്. തെറ്റ് ആരെയും പറയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഡിസ്കഷനിൽ കൂടെ ഇത് കേൾക്കുന്നവർക്ക് കിട്ടണം. അതാണ് ഇന്നത്തെ നമ്മുടെ ഉത്തരവാദിത്വം. ഈ കാലയളവിൽ ഇപ്പോൾ കൂടുതൽ കുട്ടികൾ കാനഡയിലേക്കാണ് പോകുന്നതെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അടുത്ത കാലത്ത് അവിടെ ചെറിയ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അവരുടെ നയം മാറ്റിയിട്ടുണ്ട്. അത് എങ്ങനെ ഈ കുട്ടികളെ ബാധിക്കും? കാനഡയുടെ ഡൊമസ്റ്റിക് ഇതിൽ നോക്കുമ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് വലുതായിട്ട് എഫക്റ്റ് ആകുന്നില്ല. ബട്ട് ചില റീജിയൻ ഉണ്ട്, അതായത് ഇപ്പോൾ ചില കൾച്ചറുള്ള ചില ഇന്ത്യയുടെ തന്നെ ചില ഭാഗത്ത് നിന്ന് പോയിരിക്കുന്ന ആളുകൾ മെജോറിറ്റി ഉള്ള സ്ഥലമുണ്ട്. അതൊരു വോട്ട് ബാങ്കാണ്. അവരുടെ തന്നെ മിനിസ്റ്റേഴ്സ് ഒരുപാടുണ്ട്. ആ മിനിസ്റ്റർ സപ്പോർട്ട് ചെയ്താണ് ഇപ്പോഴത്തെ ഭരണം നിലനിൽക്കുന്നത്. അയാൾ ഒരാൾ മാറിയാൽ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ഔട്ടാണ്. അതുകൊണ്ട് യെസ്, അതൊരു ഇഷ്യൂ ആണ്. ബട്ട് ആ ഒരു റീജിയനിലേ ഉള്ളൂ. അവരെല്ലായിടത്തും ഉണ്ട് എങ്കിൽ തന്നെയും മെജോറിറ്റി ആയിരിക്കുന്നിടത്ത് മാത്രമേ ആ പ്രശ്നമുള്ളൂ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഇന്ത്യയിൽ നിന്ന് ആ രാജ്യത്തേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം വളരെ അധികമാണ്. ശരിയാണ്, ഇന്ത്യയിൽ ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്. ഈ രാജ്യത്തു നിന്ന് എല്ലാ രാജ്യത്തേക്കും ആളുകൾ പോകുന്നുണ്ട്. നമ്മുടെ മുൻപിലുള്ള ഈ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയേണ്ടത് കാനഡ എന്ന ഫോക്കസാണ് ഇപ്പോൾ നമ്മുടെ ചോദ്യം. അതിന് മറുപടിയാണ്. കാനഡ എന്ന രാജ്യത്ത് ചെല്ലുന്ന ആളുകളിൽ 1/5 ഇന്ത്യക്കാരനാണ്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 20% ഇന്ത്യക്കാരാണ്. ചോദ്യം എന്താ? ബാക്കി 80% വേറെ ഉണ്ട്. അപ്പൊ ഇന്ത്യക്കാർ മാത്രമല്ല അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലുന്നത്. ആഫ്രിക്കയിൽ നിന്നുള്ളവരുണ്ടെന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ളവരുണ്ടെന്നും ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴുള്ള കോമ്പറ്റീഷൻ താമസം മുതൽ ഭക്ഷണം മുതൽ ജോലി മുതൽ എന്തിനാണെങ്കിലും വളരെ ഹൈ ആണ്. ഇന്ത്യക്കാർ തന്നെ ഒരുപാടുണ്ട്, ബാക്കിയുള്ളവരും വരുന്നുണ്ട്. അപ്പൊ ഈ വരുന്ന 80%-ന് നമ്മുടെ പൊളിറ്റിക്സ് തീരെ ഇഷ്ടപ്പെടില്ല. അവർക്ക് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ പുച്ഛമാണ്. ഇവിടുന്ന് പോകുന്ന കുട്ടികൾ ഭക്ഷണ കാര്യത്തിലൊക്കെ ക്യൂ നിൽക്കുന്നു എന്നുള്ള ചില ന്യൂസുകൾ വരുന്നുണ്ട്. ബുദ്ധിമുട്ടി. അപ്പൊ അത് എന്താണ്? അല്ല, അത് നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ അവർ ബുദ്ധിമുട്ടുന്നു എന്നാണ്. ഇപ്പോൾ കാനഡയിൽ 2 വർഷം ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. ശരിയാണ്, ബുദ്ധിമുട്ട് കൊണ്ടാണ് പോയി നിൽക്കുന്നത്. പക്ഷേ ആ കൊടുക്കുന്ന ഫുഡ് ബാങ്കിലെ ഫുഡ് നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ളതല്ല. അവിടെ വർഷങ്ങൾ ജോലി ചെയ്ത് ടാക്സ് അടച്ചിട്ട് ഇപ്പം ജോലി പോയി ഭക്ഷണം കിട്ടാതിരിക്കുന്ന ആളുകളാണ് അതിൻ്റെ ശരിയായ അത് അർഹിക്കുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് കിട്ടാതെ ഈ കുട്ടികൾ, എനിക്കറിയാവുന്ന അവിടെ നിന്നപ്പോൾ നമുക്കറിയാവുന്ന കുട്ടികൾ തന്നെ ഉണ്ട്. ഒരു ഫുഡ് ബാങ്കിലല്ല, എല്ലാ ഫുഡ് ബാങ്കിലും പോയി കിട്ടാവുന്ന മാക്സിമം വാങ്ങിച്ചു വെക്കും, ഒരു മാസത്തെ പൈസ സേവ് ചെയ്യാൻ. അവരുടെ കാഴ്ചപ്പാടിൽ ശരിയായി തോന്നാം, ബട്ട് അത് ശരിയല്ല. ഇത് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സാധനമല്ല അവിടെ. അങ്ങനെ വരുമ്പോൾ 100% അവരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ കള്ളന്മാരായിട്ട് മാറുകയാണ്. അതേപോലെ ഇവിടുന്ന് ലോൺ എടുത്ത് പോയിട്ട് അവിടെ എത്തിയതിന് ശേഷം ഇതുപോലെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടും തിരിച്ച് അവർക്ക് ഇവിടുന്ന് എടുത്തു പോയ ലോണുകൾ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാതാപിതാക്കളും അതേപോലെ ലോൺ ലഭിക്കാതെ ബാങ്കുകാരും ബുദ്ധിമുട്ടിക്കുന്നതായിട്ടുള്ള ഇതൊക്കെ അറിവ് ഉണ്ട്. അത് ശരിയാണോ? അത് 100% ശരിയാണ്. എനിക്ക് പേഴ്സണലായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ തന്നെ ഒരു ബാങ്കിൽ നിന്ന് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. കാനഡയിൽ പോയി അവിടെ പഠിച്ചു എന്നതുകൊണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. ഇന്ന് യൂണിവേഴ്സിറ്റി എങ്ങനെയാണ്, അവിടെ പഠിച്ചാൽ ജോലി കിട്ടില്ലേ, 7 വർഷമായിട്ട് അടവില്ല, മുതലും പലിശയും ഒരുപാടായി, അവർ വെച്ച ആസറ്റ്
അതിൽ കൊലാട്രൽ കൂടുതൽ ആ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ പോയാൽ ഒരുമാതിരിപ്പെട്ടവരൊന്നും നാട്ടിൽ തിരിച്ചു വരില്ല. അവിടെ PR അടിച്ച് അവിടെ നിൽക്കാനേ നോക്കും, ഇത് താൻ വെച്ചോ എന്ന രീതിയിൽ ബാങ്കുകാർക്ക് ആപ്പാണ്. ഓക്കെ, അത് ബാങ്കുകാരും ഇപ്പോൾ ഏതാണ്ട് റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് ഇങ്ങനെയുള്ള രാജ്യത്തേക്ക് അവർ കൊടുക്കുന്ന ലോണിൻ്റെ അളവ് കുറച്ചും തുടങ്ങി. കാരണം നമ്മൾ ഈ നമ്പർ ശ്രദ്ധിക്കണം. കാനഡയിലേക്ക് പോകുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെയും മൈഗ്രൻസ്, അത് PR അടിച്ച് പോകുന്നവരുടെ നമ്പേഴ്സാണ്. അതൊരു 2000 മുതൽ PR അടിച്ച് പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, അത്യാവശ്യം ഡീസൻ്റ് ആണ്. ബട്ട് സ്റ്റുഡൻസിൻ്റെ വരുന്നത് 2015 മുതലാണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം, ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന ഡേറ്റകളിൽ ആ 2014-15 എന്ന സമയം കാനഡ എന്ന രാജ്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് നോക്കും, ഒന്ന് ഇന്ത്യൻ സ്റ്റുഡൻസ് അവിടെ പോയി തുടങ്ങുന്നത് കൂടുതലാണ്. എല്ലാവരും പഠിക്കാൻ വേണ്ടി പോകുന്നവരല്ല സ്റ്റുഡൻസ് എന്ന പേരിൽ. പകുതി ആൾക്കാർ ജോലി ചെയ്യാനും പകുതി ആൾക്കാർ വല്ല പെണ്ണിനെയും കെട്ടി വിസ കിട്ടാനും ഒക്കെ പോകുന്നവരാണ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഞാനത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്? ഇപ്പം നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഈ സാധനം നിങ്ങൾ നോക്കണം. ഒന്ന്, അവിടുത്തെ ഹോമിസൈഡ് റേറ്റാണ്. ക്രൈം റേറ്റ് എടുത്തിട്ടില്ല, എടുത്താൽ പേടിച്ചു പോകും. ഇത് ഹോമിസൈഡ് റേറ്റ് ആണ്. അത് 2014 മുതൽ ഇതോ പോകുന്നു മുകളിലോട്ട്. ഒരു ഡെവലപ്ഡ് രാജ്യത്തിൻ്റെ അവസ്ഥയാണ്. അടുത്തത്, ഇപ്പുറത്ത് നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചസ് ആർ നോട്ട് ടോയ്ലറ്റ്സ് എന്ന് ഇംഗ്ലീഷിൽ എഴുതി വെച്ചു. ശരി, ഇംഗ്ലീഷ് എല്ലാവർക്കും മനസ്സിലാവും, IELTS പാസ്സായി അവിടെ വരുന്നത്. അതിൻ്റെ താഴെ എഴുതിയേക്കുന്നത് ഹിന്ദിയിലാ, ഇന്ത്യക്കാരെ ഉദ്ദേശിച്ച. ആരെ എഴുതിയേക്കുന്നത്? കനേഡിയൻ ഗവൺമെൻറ്റും യൂണിസെഫും ചേർന്നിട്ടാണ്. അപ്പോൾ ഇത് ആരെ ഉദ്ദേശിച്ചാന്നുള്ളത് നമുക്ക് ക്ലിയറാണ്. അപ്പോൾ ഈ വരുന്ന 80% ബാക്കിയുള്ളവർക്ക് ഇന്ത്യക്കാരെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് ക്ലീനായി. അവിടെ ഇന്ത്യക്കാർ ചെന്നതിന് ശേഷം ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലായി. ഇനി ഇന്ത്യക്കാർ മാത്രമൊന്നല്ല, ഇന്ത്യക്കാരെ കൊല്ലുന്നതും ആവാം. നമുക്ക് റിയാക്ഷൻ കൂടുതൽ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്ത് അവന്മാർ ഡ്രഗ് ആയിരിക്കും, അവന്മാർ പണിയൊന്നും. റൈറ്റ്, രണ്ട് സൈഡും ആകാം. ഇനി അടുത്തത് ഏജ് ഗ്രൂപ്പും സാലറി. നേരത്തെ ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ട് ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല? നോക്കൂ, 24 വയസ്സ് വരെയുള്ള ഒരാൾക്ക് ഇവിടെ വെറും $17,000-20,000 കനേഡിയൻ ഡോളറിന് താഴെയാണ്. അത് വളരെ ചുരുക്കമാണ്, അവിടെ ജീവിക്കാൻ തന്നെ പറ്റില്ല. അപ്പോൾ അത് വെച്ച് എങ്ങനെ ലോൺ അടയ്ക്കും? ഇനി അതും പോട്ട് 34 വരെയുള്ള ഒരാൾക്ക് 47-അടുത്താണ് സാലറി കനേഡിയൻ ഡോളറിൽ. അതിന് അവനൊരു 35% ടാക്സും കാണും. ഇത് കഴിഞ്ഞ് അവൻ്റെ കയ്യിൽ വരുന്ന എമൗണ്ടിൽ അവിടുത്തെ റെൻറ്റോ ഫുഡോ തന്നെ പറ്റില്ല. ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയൊരു മെസ്സേജ്, അവിടെ തന്നെ ചെന്ന് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഭാര്യയും ഭർത്താവും നല്ല ജോലിയുള്ള, ഞങ്ങൾ പോയ പള്ളിയിലെ ഏറ്റവും നല്ല ജോലിയുള്ള 2 പേരാണ്. അവർ പറഞ്ഞു കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒക്കെ കൂടി തുടങ്ങിയിട്ടോ, ഈ പറഞ്ഞൊക്കെ ശരിയാ, എക്കോണമി സ്ട്രഗിൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അതെന്തുകൊണ്ടാണ്? ആളുകൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണിത്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇൻ കാനഡ. നിങ്ങളൊരു രാജ്യത്ത് പോകാൻ തീരുമാനിക്കുന്നുവെങ്കിൽ പഠിക്കണം, പഠിച്ചേച്ച് ജോലി കിട്ടണം, ജോലിയും കൂലിയും വേണമല്ലോ. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കേണ്ടത്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചാർട്ടിൽ നിങ്ങൾ കാണുന്നത്, ഇത് മുകളിലോട്ടാണോ പോകുന്നത് താഴോട്ടാണോ പോകുന്നത് നോക്കുക. താഴോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കുറയുന്നു, അല്ലെങ്കിൽ എക്കോണമിയിൽ പുതിയ ജോലികൾ വന്ന് തുടങ്ങുന്നു. നല്ല കാര്യം. ഇപ്പം എന്താ നടക്കണത്? ജോലി പോയി തുടങ്ങുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് കൂടി തുടങ്ങുന്നു. ഇത് സാധാരണ കൂടി എവിടെ വരെ പോകും? അതൊരു പോക്കാ. അതുകൊണ്ട് അടുത്ത 2 വർഷത്തെ കാര്യം ജഗാ പോക കട്ടപ്പോക. ഇത് കോമൺ സെൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് മനസ്സിലാവും. എന്നാൽ ഇപ്പോഴും വീടും വിറ്റ് ലോണും എടുത്ത് പോകുന്ന ആളുകളുടെ എണ്ണം കാനഡയിലോട്ട് കുറയുന്നില്ല. ഇപ്പൊ പൊളിറ്റിക്സ് കാരണം അവരെണ്ണം കുറച്ചു, ഇവർ ഇതിനു പകരം മറ്റൊരു രാജ്യം പിടിച്ചു എന്ന് കൂട്ടിക്കും. അടുത്ത രാജ്യം എവിടാ? എല്ലാവരും കൂടെ കെട്ടിപ്പറിക്കി പോകുന്ന UK. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞു വന്നതിൽ നമ്മൾ മിസ്സായൊരു കാര്യമുണ്ട് ഈ 2014-15 ഇമ്പോർട്ടൻസ്. ഒന്ന്, ക്രൈം റേറ്റ്. 2, ഇന്ത്യക്കാർ അവിടെ ചെന്നത്. പക്ഷെ ഇതിനെല്ലാം കാരണം എന്തുവാ? കോസ്റ്റ് ഓഫ് ലിവിംഗ് ഉണ്ട്. പക്ഷെ ഇതിന്റെ കാരണം എന്തുവാ? അതോ ഈ കാണുന്ന സാധനം, റിയൽ GDP പെർ ക്യാപിറ്റ. ഇത് ട്വീറ്റ് ചെയ്തേക്കുന്ന ആരാ നോക്കണം? അടുത്ത പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആണ് കാനഡയുടെ. ഇയാളായിരിക്കും 99% അടുത്ത പ്രൈം മിനിസ്റ്റർ കാനഡയുടെ. അയാൾ ട്വീറ്റ് ചെയ്തേക്കുക, 2015 വരെ അമേരിക്ക എങ്ങനെ പോയോ അതേ രീതിയിൽ സ്റ്റാൻഡേർഡായി പോയിരുന്ന ഒരു രാജ്യമാണ്. 15 മുതൽ എന്താ സംഭവിച്ചത്? അമേരിക്ക പോയി കയറി, ഇത് അവിടുന്ന് താഴോട്ട് പോകുന്നു. അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് OECD-യിൽ ഏറ്റവും ലോക്കലായി മാറി കാനഡയിൽ. അത് ഭയങ്കര ഒരു മോശം സ്റ്റാറ്റ്സ് കൂടെ ആണ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ. ഇവിടുന്ന് പോകുന്ന വിദ്യാർത്ഥികളുടെ, സ്റ്റുഡൻസിൻ്റെ പേരൻസ് ഇത് അവെയർ ആണോ? അവരിത് അറിഞ്ഞിട്ടാണോ കുട്ടികളെ അങ്ങോട്ട് അയക്കുന്നത്? അവർക്ക് അറിയാൻ വല്ല മാർഗമുണ്ട്? ആരെങ്കിലും ഗൈഡ് ചെയ്യാറുണ്ടോ? ഇത് അറിഞ്ഞാൽ 90% പാരൻസും അവരെ വിടില്ല. നിങ്ങളുടെ സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതേ വ്യക്തി, അടുത്ത പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് പോസ്റ്റ് ചെയ്തൊരു സാധനമാണ്. എന്ത്? ജോലി ചെയ്ത് ജീവിക്കുന്ന ക്യുബെക്കിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വണ്ടി താമസിച്ച് ജോലി ചെയ്ത് ജീവിക്കുകയാണ്. ഒന്ന് ആലോചിക്കൂ,
പല സ്ഥലത്തു നിന്ന് 8ഉം 10ഉം പിള്ളേരെയും വാരി കെട്ടിക്കൊണ്ട് PR റെഫ്യൂജിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് അവിടെ ഗവൺമെൻറ് താമസം കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഫുഡ് ബാങ്കിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പണിയെടുത്ത് ടാക്സ് ചെയ്യുന്നവൻ അതില്ല. അപ്പം അവരെ സംബന്ധിച്ച് നമ്മൾ ക്രിമിനൽസ് ആണ്. കാരണം അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇവിടുന്ന് പഠിച്ചു പോകുന്ന ഓൺസൈറ്റ് പോകുന്ന ടാക്സ് അടയ്ക്കുന്ന ആരെ സംബന്ധിച്ചും ഇതൊരു ബോറ് പരിപാടിയാണ്. നിങ്ങൾ അധ്വാനിക്കുക, പൈസ ഉണ്ടാക്കുക, മറ്റൊരു പിള്ളേരെ ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക. അതൊരു എളുപ്പമാർഗ്ഗമാണ്. അതേപോലെ ഇവിടുന്ന് ലോൺ എടുത്ത് അല്ലെങ്കിൽ കുടുംബം ബാങ്കിൽ പ്ലഡ്ജ് ചെയ്തിട്ട് ലോൺ എടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾ അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ പേരൻസ് ഇവിടെ ആയിരിക്കുന്നു. ഇവർക്കിത് ലോൺ അടയ്ക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾക്കുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? അല്ല, ഇതിനകത്ത് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ആകെ ചെയ്യാൻ പറ്റിയ ലീഗൽ ലൂപ്പ് ഹോള് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ലോൺ വെക്കുന്നത് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ പേരിൽ തന്നെ കൊണ്ട് ഉള്ള സ്ഥലം അതുപോലെ ലോൺ വെച്ചാൽ ഒരു രക്ഷയില്ല. അതിന് പകരം ഇത് മകൻ്റെ പേരിലോ മകളുടെ പേരിലോ ആദ്യം എഴുതി കൊടുക്കണം. എന്നിട്ട് അവരെ കൊണ്ട് ഇത് ബാങ്കിൽ ലോൺ ഒപ്പിക്കണം. ഇത് ബാങ്കുകാർ കേൾക്കുന്നുണ്ട്, എന്നെ തല്ലരുത്, ബട്ട് ഇത് റിയാലിറ്റിയാണ്. പുതിയ നിയമപ്രകാരം, അതായത് രാഷ്ട്രീയ 10-15 വർഷമായിട്ടുള്ള നിയമപ്രകാരം എഴുതി കൊടുത്തിട്ട് മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ ഇത് തിരിച്ച് എഴുതിയെടുക്കാനുള്ള ഇത് അവർക്കുണ്ട്. അപ്പം ഇപ്പം മോൻ കൊണ്ട് പണയം വെച്ചു, അത് വെച്ച് അവൻ പോയി, ഇവൻ തിരിച്ച് അടയ്ക്കുന്നില്ല, ഇവർക്കൊരു നിർവാഹവും ഇല്ലെങ്കിൽ ഇയാൾക്ക് കൊണ്ട് കേസ് കൊടുത്താൽ അത് തിരിച്ചിങ്ങ് എടുക്കാം. ബാങ്കുകാരൻ പെട്ടു, അവൻ്റെ അതും പോയി, കാശും പോയി, വേറെ വഴിയില്ലാതായി. അപ്പോൾ കൂടുതൽ സ്റ്റുഡൻസും ഇപ്പോൾ ഈ കൺസൾട്ടൻസി വഴിയാണല്ലോ പോകുന്നത്. അതെ. അവർ എന്തൊക്കെ അഡ്വൈസ് കൊടുക്കാറുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുമോ അതോ അവർ ഹൈഡ് ചെയ്യുമോ? അവരെ സംബന്ധിച്ച് അതൊരു ബിസിനസ്സാണ്, അവർക്ക് കാശ് കിട്ടണം. ഇവിടുന്ന് അവർ ഫീസ് വാങ്ങില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്ന വലിയ 2 മില്യൺ വെണ്ട ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചേക്കുന്നൊക്കെ ഞാൻ കണ്ടു. ഇവിടുന്ന് തൃശ്ശൂർ വരെ സഞ്ചരിക്കുന്നതിനിടെ കുറേ ബോർഡുകൾ കണ്ടു. അപ്പോൾ ഇത് 2 മില്യൺ എന്താ ചെയ്തതെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല. അപ്പം നമ്മളൊരു സ്റ്റുഡൻ്റായിട്ട് UK പോയി, സ്റ്റുഡൻ്റായിട്ട് കൊറിയയിൽ പോയി, കാനഡയിൽ പോയി, ഇത്ര എക്സ്പോഷർ ഉള്ളതുകൊണ്ട് ഇതെല്ലാം വിസ നമ്മൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്താൽ പോയത്. ഇതിൻ്റെ കാര്യം അതിനകത്ത് ഏജൻസിയുടെ ചതി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചതി എന്ന് തന്നെ പറയണം. കാരണം ഇവിടെ വരുന്ന ഇപ്പം എൻ്റെ അനിയൻ ചെറുക്കൻ ഒരുത്തം പോയപ്പോൾ ഇന്ന കോഴ്സ് ഇന്ന കോളേജിൽ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ചെയ്യുക. അവർ പറഞ്ഞ മക്കളെ ഫീസ് ഒന്നും തരണ്ട, അവർ ഞങ്ങൾ വാങ്ങിച്ചോളാം. അപ്പം അവിടെ ഇത് കൊടുക്കണമെങ്കിൽ ഏത് കോളേജായിരിക്കും? അവന് സ്ഥിരം പിള്ളേർ വരുന്നൊരു കോളേജാണെങ്കിൽ ഇങ്ങനെ ഇന്ത്യയിലുള്ള ഒരു ചാളി ഏജൻസിയെ പിടിച്ച് അവന് കാശ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇത് ഏജൻസികൾ മാത്രമല്ല, നമ്മുടെ ഒരു അടുത്തറിയാവുന്ന ഒരാൾ കഴിഞ്ഞ മാസം ഒരു 10 ലക്ഷം രൂപ അവിടെ കൊണ്ടാമെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് ഇപ്പം അതിൻ്റെ പുറകെ നടക്കുക. അപ്പം അങ്ങനെ കളിപ്പീരുള്ള ഒരു പ്രസ്ഥാനം കൂടെ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ സൂക്ഷിക്കണ്ടേ? അല്ല, അതിൽ നമ്മൾ തിരിച്ചറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ വിസ കിട്ടുന്നത് പോലെ നമുക്ക് കാനഡയിലോ UK വിസ കിട്ടില്ല. നമ്മളായി തന്നെ നേരിട്ട് പോയി VFSൽ അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയറാണ്, അല്ലാതെ ഇത് നടക്കില്ല. അത് മിഡിൽ ഈസ്റ്റിൽ എല്ലായിടത്തും പറ്റിയിട്ടുണ്ട്. ബട്ട് ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ച് വന്നതിൽ നമ്മൾ അറിയേണ്ട കാര്യം, ഇവിടുന്ന് കുട്ടികൾ പോയി കാനഡയാണെന്ന് കൂട്ടിക്കോ. ഇപ്പം നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് ഫുള്ള് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇവിടുന്ന് അവിടെ പോയിട്ട് അലമുണ്ടാക്കുന്ന സീനാണ്, പോലീസുകാർ പിടിക്കുന്ന സീനാണ്. എന്ന് വെച്ചാൽ നന്നാവാനുള്ളവനാണെങ്കിൽ ഇവിടുന്ന് കയറ്റി വിട്ടാൽ അവിടെ പോയി നന്നാവും. ഇവിടുന്നേ അവൻ കട്ടപ്പുകയാണെങ്കിൽ അവർ കയറ്റിയും കൂടെ വിട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്നുള്ള ഫ്രീഡവും ലൈഫ് സ്റ്റൈലും കൂടെ ആകുമ്പോൾ ജഗപുക വീണ്ടും തീർന്നു. അവിടെ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുതലല്ലേ? അവിടെ അത് ലീഗലാണ്. പേഴ്സണൽ യൂസിന് ഹാർഡ് ഡ്രഗ്സ് വരെ ഏതാണ്ട് ലീഗലാക്കണം കാനഡയിൽ. അപ്പം അത് ഡിഫറെൻറ്റ്. ഇത് ഉപയോഗിക്കില്ല എന്ന് നിശ്ചയമുള്ള അങ്ങനെ വളർന്നൊരു കുട്ടിയാണെങ്കിൽ പ്രശ്നമില്ല, ധൈര്യമായിട്ട് വിടാം.